ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ നിങ്ങളെ സമാധാനിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ കൈപ്പേറിയ ഒരു സത്യം എന്താണെന്നാൽ ഈ ലോകത്തിലെ 80% ആളുകളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഓർത്ത് വിഷമിച്ചിരിക്കില്ല. ബാക്കിയുള്ള 20% ആളുകൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കേട്ട് അവരുടെ മനസ്സിൽ സന്തോഷിക്കുന്നവരായിരിക്കും. നിങ്ങളിലെ ഒരുപാട് ആളുകൾ നല്ല ടാലൻ്റ് ഉള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഐഡിയാസ് സൂപ്പറായിരിക്കും. എന്നാൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് കംപ്ലീറ്റ്ലി സീറോ ആയിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല. ഒരു ഇൻ്റലിജൻറ്റ് പേഴ്സണ് എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാളും എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ പറ്റി നല്ല ബോധം ഉണ്ടായിരിക്കും. വളരെ ഇമോഷണൽ ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇതിലൂടെ അതിനെ എപ്പോൾ, എവിടെ, എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ ലൈഫിൽ ലഭിക്കേണ്ട ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആർക്കാണോ ഇമോഷണലായ സമയത്തും ശരിയായ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നത് അയാളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ 5 ഇമോഷണൽ മിസ്റ്റേക്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾഡ് ആയിട്ടിരിക്കാൻ സാധിക്കും. ആൻഡ് ആളുകളെ പറ്റി മനസ്സിലാക്കാനും സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. മിസ്റ്റേക്ക് നമ്പർ 5, ദ റിഗ്രറ്റ് ലൂപ്പ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതലും വിഷമിക്കുക, അല്ലേ? അന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അവൻ എന്നെ പറ്റിച്ചു, ഞാൻ അന്നങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലെ എനർജിയെ ഡ്രെയിൻ ചെയ്യും. നിങ്ങളുടെ എല്ലാ ചിന്തകളും നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ന്യൂറൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഴയ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താനുള്ള എബിലിറ്റി നഷ്ടപ്പെടും. കഴിഞ്ഞു പോയ കാലം ഒരു കല്ലറ പോലെയാണ്. അവിടെ പോയി കുഴിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല, വെറും അസ്ഥി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതുപോലെയാണ് നിങ്ങളുടെ ഇമോഷനും. നിങ്ങളെ പറ്റിച്ചവർ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങളാവട്ടെ അവരെയും ഓർത്ത് ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നു. സോ ഇത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക? നിങ്ങളെ തന്നെയാണ്, അല്ലേ? സോ ക്ഷമിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടിയല്ല, ഇത് നിങ്ങളുടെ ഇമോഷണൽ ഫ്രീഡത്തിന് വേണ്ടിയാണ്. ബേൺ ദ ഇമോഷണൽ ബ്രിഡ്ജ് ആൻഡ് മൂവ് ഫോർവേഡ്. ഈ ഒരു വീഡിയോ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തോളൂ, ആ ഒരു വേദനയാണ് നിങ്ങളെ മാറ്റത്തിലേക്ക് നയിക്കുന്നത് എന്ന്. ഫ്രണ്ട്സിന് നിങ്ങൾക്കും ഒന്ന് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് മാറണം. നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 4, കോൺഫ്ലിക്റ്റ് അവോയ്ഡ്നസ്. തെറ്റ് നടക്കുമ്പോൾ അവിടെ മിണ്ടാതിരിക്കുന്നത് അതൊരിക്കലും ഒരു നല്ല ക്വാളിറ്റി അല്ല. അപ്പോൾ എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ പ്രതികരിക്കണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആക്ച്വലി അങ്ങനെയല്ല. ഇപ്പോൾ ഒരാൾ നിങ്ങളെ അപമാനിക്കുന്നു, നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല, ബട്ട് നിങ്ങളാകട്ടെ ആ ഒരു ബന്ധം തകരണ്ട എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഭയന്ന് സൈലൻ്റായി പുറത്തു പോകുന്നു. ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ സൈലൻ്റായി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ അവർക്ക് അത് തുടർന്ന് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. സോ നോ പറയാൻ ഒരിക്കലും മടിക്കരുത്. എവിടെയാണോ നോ പറയേണ്ടത് അവിടെ അത് കറക്റ്റായി പറയുക. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ വേണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇതിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. ചില സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമാധാനം അത് താൽക്കാലികം മാത്രമായിരിക്കും. ഇതിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു റിയൽ പേഴ്സൺ പതിയെ ഇല്ലാതാകും. മിസ്റ്റേക്ക് നമ്പർ 3, ദ വിക്ടിംഹുഡ് മൈൻഡ് സെറ്റ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടായിരിക്കും, അല്ലേ? ഇതിനെയാണ് വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ നിങ്ങൾ ഒരു എക്സ്ക്യൂസായി എടുക്കുന്നു. ഞാൻ ദരിദ്രനാണ്, എന്നെ ആരും സഹായിച്ചില്ല, എൻ്റെ ഫാമിലി ശരിയല്ല, എൻ്റെ കയ്യിൽ വേണ്ട പണമില്ല. നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ലാഭം? ഫ്രണ്ട്സ്, ഈ ലോകം വിജയിച്ചവരെ ആഘോഷമാക്കും, തോറ്റവരെ ചവിട്ടിത്താഴ്ത്തി മുന്നോട്ട് പോകും. നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അവരുടെ സഹതാപം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരിക്കലും റെസ്പെക്റ്റ് നേടിയെടുക്കാൻ സാധിക്കില്ല. സോ ഫസ്റ്റ്, നിങ്ങൾ നിങ്ങളെ തന്നെ സഹതാപത്തോടു കൂടി നോക്കുന്നത് നിർത്തൂ. റിമെമ്പർ, പെയിൻ ഈസ് എ സിഗ്നൽ ടു ആക്ട്, നോട്ട് എ സിഗ്നൽ ടു കംപ്ലൈൻറ്റ്. മിസ്റ്റേക്ക് നമ്പർ 2, ദ ഇമോഷണൽ ഡസ്റ്റ്ബിൻ. മറ്റുള്ളവരുടെ ഇമോഷണൽ ഗാർബേജിനെ നിങ്ങൾ ചുമക്കാതിരിക്കുക.
നിങ്ങളുടെ ഫ്രണ്ട്സ്, കസിൻസ് ഇവരെല്ലാവരും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളോടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. നിങ്ങളാകട്ടെ അതെല്ലാം ഒരു നല്ല മനുഷ്യനെ പോലെ അവസാനം വരെയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഇതിനെയാണ് ടോക്സിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റഡീസ് പറയുന്നത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നെഗറ്റീവായ സംസാരം കേൾക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ മുഴുവനായിട്ടും അവോയ്ഡ് ചെയ്യണം എന്നുള്ളതല്ല, നേരെ മറിച്ച് എന്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക. മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. ആൻഡ് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ലൈഫ് മാത്രമേ നിങ്ങളുടെ കൺട്രോളിലുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മിസ്റ്റേക്ക് നമ്പർ 1, ദ വാലിഡേഷൻ ഹങ്ങർ. നമ്മളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നാൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ള നിങ്ങളിലെ ഈ ഒരു ബെഗർ മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ ലൈക്ക് ആൻഡ് കമൻസിനെ ഡിപ്പെൻഡ് ചെയ്താണുള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു അടിമയായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർ നിർണ്ണയിക്കണമെന്നുള്ളതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോഴും പുതിയൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ളവർ അത് നന്നായിരിക്കുന്നു എന്ന് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ റിയാലിറ്റി എന്താണെന്നാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. സോ മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ളത് അത് നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാതെ ഈ ലോകം എന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതെത്ര മണ്ടത്തരമാണ്. സോ സ്റ്റോപ്പ് ബീയിങ് ആൻ അറ്റൻഷൻ സീക്കർ, സ്റ്റാർട്ട് ബീയിങ് എ വാല്യുബിൾ ക്രിയേറ്റർ. സോ ഇപ്പോൾ തന്നെ നിങ്ങളിലെ ആ ഒരു വീക്ക് മൈൻഡ് സെറ്റിനെ ഉപേക്ഷിക്കുക. ആൻഡ് ഇനി മുതൽ ഞാനൊരു വിക്റ്റിമല്ല, ഞാനൊരു വാരിയർ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഐ ആം ബാക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതിനെ സീരിയസ് ആയി എടുത്ത് വർക്ക് ചെയ്യാൻ ആരംഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.